ലോക എന്നൊരു സിനിമ ഇറങ്ങിയതും അത് മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായി മാറിയതുമെല്ലാം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. ഈ വീഡിയോയിൽ പറയുന്നത് പക്ഷേ അതിനെക്കുറിച്ചല്ല. ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായ ഒരു വിഷയമാണ് ഇത്. Like he's having a party. I can imagine so many of the women in our industry who can kill it. അങ്ങനത്തെ ഒരു ക്യാരക്ടർ. പക്ഷെ അങ്ങനെ ഒരു ക്യാരക്ടർ എഴുതി കിട്ടുന്നില്ല. ഈ വിഷയം ചർച്ചയായതിനു ശേഷം ചിലർ പറയുന്നു പടവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഫെമിനിസ്റ്റുകൾ ക്രെഡിറ്റ് എടുക്കാൻ വരുന്നേ എന്ന്. നിന്റെയൊക്കെ ഫെമിനിസം കാരണം ഇവിടെ ഒരു സ്ത്രീപക്ഷ സിനിമയും വരത്തില്ല എന്നതിനുള്ള ഉദാഹരണമാണ് ലോക എന്നൊക്കെയായിരുന്നു കുറേ വിമർശനങ്ങൾ. ഇനി ഒന്നാമത്തെ കാര്യത്തിലേക്ക് വരാം. അന്നവർ ഉന്നയിച്ചത് ഒരു വാലിഡായ പോയിന്റ് ആണ് എന്ന് തന്നെയാണ് ഉത്തരം. അതിനുശേഷം ഒരു സ്ത്രീ കേന്ദ്ര കഥാപാത്രമായ ഒരു സിനിമ വന്നപ്പോൾ അവരുടെ വാക്കുകൾ ചർച്ചയായി. അതും സ്വാഭാവികമാണ്. അതിനെയൊക്കെ ക്രെഡിറ്റ് എടുക്കുന്നു എന്ന് പറയുന്ന ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ സമയത്ത് വന്ന രണ്ടാമത്തെ വാദമാണ് എന്തും വിളിച്ചു പറയുന്ന ഫെമിനിസ്റ്റുകൾ വിചാരിച്ചാൽ ഇവിടെ സിനിമയൊന്നും ഉണ്ടാകത്തില്ല. അതിന് ശാന്തിയെ പോലെയുള്ള സ്ത്രീകളും കല്യാണിയെ പോലെയുള്ള സ്ത്രീകൾ മാത്രം വിചാരിച്ചാലേ നടക്കൂ എന്നൊക്കെയാണ്. ഒരു അടിമുടി സ്ത്രീപക്ഷ സൂപ്പർ ഹീറോ സിനിമ എഴുതിയ ശാന്തി ഇപ്പോൾ ഇവർക്ക് ഫെമിനിസ്റ്റുകളെ ബാഷ് ചെയ്യാനുള്ളൊരു വകുപ്പായി മാറി. ഈ ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞ ശാന്തി. The traditional story, of course, is that the yakshi was the word in Malayalam is talakkiga. Kattana talachu. Talakkiga essentially implies control, you know, and the yakshi myth really has to do with control of female sexuality, agency, and power. So the idea of a priest, a male patriarchal figure, a religious figure, coming in and converting Neeli into a good person did not really sit right with me. So when we were ഇനി ഒരു സംഭവം പറയാം. ബാംഗ്ലൂർ ഡേയ്സ് എന്ന സിനിമ ഇറങ്ങിയപ്പോൾ ഇവരുടെ പലരുടെയും ലിസ്റ്റിൽ ഇപ്പോൾ ശാന്തി ഇരിക്കുന്ന സ്ഥാനത്തായിരുന്നു പാർവതി അവതരിപ്പിച്ച സാറ എന്ന കഥാപാത്രവും പാർവതി. പക്ഷേ എന്ന് തൊട്ട് പാർവതി ഇവർക്ക് ദഹിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയോ അന്ന് മുതൽ പാർവതി വെറുക്കപ്പെട്ടവളായി. സംഭവം ഇതാണ്. ഇവർ ക്രിയേറ്റ് ചെയ്തു വെച്ചിട്ടുള്ള ഒരു ബബിളുണ്ട്. ആ ബബിളിന് ഉള്ളിൽ നിന്ന് വേണമെങ്കിൽ നീയൊക്കെ ഫെമിനിസവും മറ്റുമെല്ലാം പറഞ്ഞു. പക്ഷേ ആ ബബിളിന് പുറത്തുപോയി ഇതൊന്നും പറയണ്ട. അങ്ങനെ എന്ന് നിങ്ങൾ സംസാരിക്കുന്നോ അന്ന് നീയൊക്കെ ഔട്ട്. ഇത് തന്നെയായിരിക്കും ഓൾറെഡി അത്തരം പൊളിറ്റിക്സ് സംസാരിക്കുന്ന ശാന്തിയുടെയും അവസ്ഥ. ഇവന്മാരെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബബിളിന് പുറത്തുള്ള കാര്യം തന്നെയാണ് അവരിപ്പോൾ സംസാരിക്കുന്നത്. പക്ഷേ അത് ഇതുവരെ ഇവർക്ക് കത്തിയിട്ടില്ല. എന്നിവർക്കിത് മനസ്സിലാകുന്നോ അന്ന് ഇവിടെ നിന്ന് താഴേക്ക് ശാന്തിയെയും ഇവരെടുത്തിടും. അതിപ്പോൾ നിങ്ങൾ എത്ര ടാലൻറ്റഡ് എന്ന് പറഞ്ഞാലും നിങ്ങൾ മുമ്പ് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഇവർക്ക് ദഹിക്കാത്ത കാര്യമാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾ വെറുക്കപ്പെട്ടവൾ തന്നെയാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ ഈ ഇടയ്ക്ക് കണ്ടതിൽ സ്ത്രീപക്ഷവാദം, അത്തരത്തിലുള്ള പൊളിറ്റിക്സ് ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞൊരു സിനിമ വേറെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ ഒരു നരേറ്റീവ് കൊണ്ടുവരാൻ സഹായിച്ചത് ശാന്തി എന്ന നടിയും എഴുത്തുകാരിയും തന്നെയാണ്.